ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ബീഫ് കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് ഒന്ന് പോയാലോ. ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങ് ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് അരിഞ്ഞ് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഈ രീതിയിൽ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കാണ്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഉരുളക്കിഴങ്ങ് എടുക്കാം കേട്ടോ. ഞാനിവിടെ 2 എണ്ണ എടുത്തിട്ടുള്ളൂ. അതിനുശേഷം ആ ഉരുളക്കിഴങ്ങ് ഒന്ന് വെന്ത് വരണ്ടേ, ആ രീതിയിൽ നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് വെച്ച് കൊടുത്ത് കുക്കറിന്റെ മൂടിയൊക്കെ ഒന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഗ്യാസ് ഒക്കെ ഓൺ ചെയ്ത് കുക്കർ ഗ്യാസിലേക്ക് വെച്ച് അതൊന്ന് 2-3 വിസിൽ വരാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അതേ സമയം തന്നെ നമ്മൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 2-3 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഇതേപോലെ ഒരു മീഡിയം സൈസ് സവാളയും ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് നമ്മുടെ 2 തണ്ട് കറിവേപ്പില ഒന്ന് ഇതേപോലെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതാണ്ട് കണ്ടില്ലേ, ഞാൻ ഇതേപോലെ പൊടിയായിട്ട് നമ്മുടെ സവാള ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അതൊരു സൈഡിലേക്ക് മാറ്റി നമ്മുടെ കുക്കറിൽ ഉരുളക്കിഴങ്ങ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതെല്ലാം ഒന്ന് വഴറ്റി എടുക്കണമല്ലോ. അപ്പൊ ഗ്യാസ് ഒക്കെ ഒന്ന് കത്തിച്ച് നമ്മുടെ ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സാധനങ്ങളില്ലേ, ഇഞ്ചിയും വെളുത്തുള്ളിയും അതെല്ലാം കൂടി നമ്മൾ ഇങ്ങോട്ട് നീക്കിയിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. കണ്ടില്ലേ, ഈ രീതിയിൽ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പും ചേർത്ത് ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളകും ഒരു 1/2 ടേബിൾ സ്പൂൺ മസാലപ്പൊടിയും കൂടി ചേർത്ത് ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് മസാലയുടെ ഒക്കെ പച്ചമണം മാറണ്ടേ. അപ്പൊ നന്നായിട്ട് ഇതേപോലെ ഒന്ന് വഴറ്റിയിട്ടുണ്ട്. അതിനുശേഷം അതൊന്ന് പച്ചമണം മാറിക്കഴിഞ്ഞപ്പോ ഞാൻ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പൊട്ടറ്റോയും കൂടി ഇട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് മാഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് പൊട്ടറ്റോ എല്ലാം ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഒരു ബൗളില് നമ്മുടെ ഇറച്ചി വേവിച്ചത് ഒന്ന് മിക്സിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇറച്ചി വേവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പും ഇത്തിരി മഞ്ഞപ്പൊടിയും ഇത്തിരി മുളക് പൊടിയും കൂടി ഇട്ട് കുക്കറിൽ ഒരു 2-3 വിസിൽ അടിച്ചതാണ്. അത് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് അതും കൂടി ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഉരുളക്കിഴങ്ങും ഇറച്ചിയും നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടി ഒന്ന് ചേരണ്ടേ. അപ്പൊ നന്നായിട്ട് ഇളക്കി ഇതേപോലെ ഒന്ന് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഗ്യാസ് ഒക്കെ ഒന്ന് നിർത്തി ഇനി നമുക്കൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ആ ചൂടൊക്കെ ഒന്ന് ആറി വരണ്ടേ. അപ്പൊ വേറെ പാത്രത്തിലിട്ട് ചൂടൊന്ന് നന്നായിട്ട് ആറി, ഒത്തിരി അങ്ങ് ആറിയില്ല, ചെറിയൊരു ചൂടോട് തന്നെ നമ്മൾ ഇതേപോലെ ഓരോ ഉരുളകളാക്കി എടുക്കുകയാണ്. അതിനുശേഷം നമ്മുടെ കൈവെള്ളയിലേക്ക് വെച്ച് നമുക്ക് കട്ട്ലേറ്റിന്റെ ഷേപ്പ് ആക്കി എടുക്കാം. നിങ്ങൾക്ക് വലുത് വേണമെങ്കിലും ചെറുത് വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടാനുസരണം ഉരുള പിടിക്കാം. അപ്പൊ ഞാൻ ഇതേപോലെ വലിയ ഉരുളകളായിട്ടാണ് എടുത്തത്. വലിയ കട്ട്ലേറ്റ് ആയിട്ട് ആവട്ടെ എന്ന് വെച്ച് അപ്പൊ വലുതായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ഞാൻ ഇതേപോലെ റെഡി ആക്കി എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ്. കണ്ടില്ലേ, ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് ആക്കി വെക്കുകയാണ്. അപ്പൊ ബാക്കിയുള്ളതും കൂടി ഞാൻ ഇതേപോലെ ഒന്ന് ഉരുട്ടി ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് റൗണ്ട് ഷേപ്പിലാക്കി എടുക്കട്ടെ. എരിയാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. എരിയാണെങ്കിൽ സവാളയാണെങ്കിൽ ഉരുളക്കിഴങ്ങൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കാം. ഇറച്ചിയാണെങ്കിൽ അപ്പൊ ഞാൻ ഈ ഒരു മെഷർമെന്റിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എല്ലാം ഒന്ന് ഞാൻ റെഡി ആക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു മുട്ട എടുത്ത് നൗളിലേക്ക് ഒന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഒരു നുള്ളു ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതേപോലെ ഫോർക്ക് വെച്ച് ഇളക്കുകയാണെങ്കിൽ നമ്മുടെ മുട്ട വേഗം തന്നെ മിക്സ് ആക്കി എടുക്കാൻ പറ്റും. അതിനുശേഷം നമ്മൾ ഗ്യാസ് ഒക്കെ ഒന്ന് കത്തിച്ച് നമ്മളൊരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അതില് കുറച്ച് എണ്ണയും ഒഴിച്ച് അത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ആ സമയം നമ്മളൊരു കട്ട്ലേറ്റ് എടുത്തു നമ്മൾ മുട്ടക്കൂട്ടിലൊന്ന് മുക്കി അതിനുശേഷം ബ്രെഡ് പൊടിയിൽ ഇതേപോലെ ഒന്ന് ഇട്ട് തിരിച്ചു മറിച്ചിട്ട് എടുക്കുകയാണ്. അതിനുശേഷം നമുക്കത് നമ്മുടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ബാക്കിയുള്ളതും കൂടി നമുക്ക് അതേപോലെ ഒന്ന് മുക്കി എടുക്കാം. അപ്പൊ അടുത്തൊരെണ്ണം കൂടി ഞാൻ എടുത്ത് മുട്ടക്കൂട്ടിലൊന്ന് മുക്കി ബ്രെഡ് പൊടിയിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കട്ട്ലേറ്റ് എണ്ണയിൽ കിടന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് കോരി എടുക്കാം. തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്ത് ഞാൻ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട്
ഒന്ന് കോരി എടുക്കാണ്. എണ്ണയൊക്കെ ഒന്ന് പോവാൻ വേണ്ടിട്ട് ഇതേപോലെ ഒന്ന് പിടിച്ച് എടുക്കുകയാണ്. ഇനി ഒരു സർവിങ് ബൗളിലേക്ക് നമുക്കൊന്ന് മാറ്റാം. അപ്പൊ എല്ലാം ഞാൻ അതേപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. ഓക്കെ, ബൈ, സീ യു.